ഓക്കെ ഹരിച്ചേട്ടാ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം ഹരിച്ചേട്ടൻ്റെ ഇപ്പോൾ കുറേ ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും പലരും വിളിച്ചിട്ട് മറ്റേ ഇങ്ങനൊരു ഹോമം ചെയ്ത് ഞങ്ങൾ കുറേ പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഹരിച്ചേട്ടൻ തന്നെ ചോദിക്കുന്നു അതിനെത്ര മുടക്കി, ഇതിനെത്ര മുടക്കി, മൊത്തം ഇത്രയും ലക്ഷം മുടക്കി, ആ പൈസ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാൻ എന്നുള്ള. പിന്നെ പല ഏതൊരു കേറ്ററിങ്ങിൻ്റെ ആൾ വിളിച്ചപ്പോൾ അതിൻ്റെ കോളർ ഐ ഡി. അപ്പോൾ ഈ അടുത്ത് അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ കേൾക്കാത്തതായിട്ട് ചിലപ്പോൾ ഈ അടുത്തോ ഈ വർഷങ്ങളിൽ നടന്ന അങ്ങനെ എന്തെങ്കിലും ഒരു വീടായിട്ടൊരു സംഭവം പറയാമോ? അതായത് ഒരു ആൾ വിളിച്ചിട്ട് അയാളുടെ അച്ഛൻ മരിച്ചുപോയി. മരിച്ചിട്ട് 41 ഞങ്ങളുടെ ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഈ അച്ഛൻ്റെ ഒരു ചെരുപ്പും അച്ഛൻ്റെ ഒരു വടിയുണ്ട്, ഊന്നിക്കൊണ്ട് നടക്കുന്ന വടി, അതൊക്കെ വീട്ടിലിരിക്കുന്നത് ദോഷമാണ്, ഭയങ്കര കുഴപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും, ഒരിക്കലും ഉയർച്ച ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അതെടുത്ത് എവിടെയും പുഴയിൽ കൊണ്ടൊഴുക്കണം എന്ന് പറഞ്ഞു. കണ്ണാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ദോഷമാണ് കൊണ്ട് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, അതൊക്കെ അവിടെ ഇരിക്കുന്ന ദോഷമാണ്, കൊണ്ട് കളയണം, അച്ഛൻ മരിച്ചുപോയ അച്ഛൻ്റെ സാധനങ്ങൾ. പക്ഷെ അപ്പോൾ മരിച്ചുപോയ അച്ഛൻ്റെ സ്വത്തുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതും ദോഷമാകണം, അച്ഛൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതും ദോഷമാവണം, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതും ദോഷമാവണം. അപ്പൊ വിലപിടിപ്പുള്ളതിലൊന്നും ഒരു ദോഷമില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചിലത് കാണുമ്പോൾ വിഷമം വന്നിട്ട് കളയുന്നത് വേറെ, ദോഷമാണെന്നും പറഞ്ഞ അച്ഛന്റെ ഒരു സാധനം എടുത്ത് കളയുന്നത് വൃത്തികേടാന്ന് പറഞ്ഞൊരു ക്ലൈമാക്സ് ഒരു സാധനം, അതും ദോഷം. 50,000 രൂപ ദോഷം. അച്ഛന്റെ ബാങ്ക് ബാലൻസ് ദോഷമാണല്ലോ, അച്ഛൻ്റെ ആണല്ലോ അത്. പുള്ളി എന്ത് പറഞ്ഞു? എന്താ പറയുന്നത്, പുള്ളിയാ സാധാരണ എല്ലാവരും. ഓക്കെ ശരി.